ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഡെയിലി ഡാഷ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ ഗൈസ്. നമ്മുടെ വത്തിക്കാനിലെ മാർപ്പാപ്പയുടെ വീട്ടിൽ ഹമാസിന്റെ പോരാളികൾ കയറി ക്രിസ്ത്യാനികളുടെ ക്രിസ്മസ് ആഘോഷം മൊത്തത്തിൽ അവർ ഹൈജാക്ക് ചെയ്തു. അതിനെ ചുറ്റിപ്പറ്റി വലിയ വിവാദങ്ങൾ നടക്കുകയാണ്, വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. പുതിയ വിവാദത്തിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഈ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഉണ്ണിയേശുവിന്റെ ജനനവും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളും ഒക്കെ അടയാളപ്പെടുത്തിക്കൊണ്ട് നിർമ്മിക്കപ്പെടുന്ന രൂപക്കൂടാണ്. ഉണ്ണിയേശു തൊഴുത്തിൽ അല്ലെങ്കിൽ പുൽക്കൂടിൽ ജനിച്ചു കിടക്കുന്ന ആ ഒരു രൂപം തയ്യാറാക്കുക, രൂപക്കൂട് റെഡിയാക്കുക, അത് അലങ്കരിക്കുക, അത് ഒരുക്കുക എന്നുള്ളതൊക്കെയാണ് ക്രിസ്മസ് ആഘോഷത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് ക്രൈസ്തവർ കണ്ടുപോരുന്നതും അവര് ആചരിച്ചു പോരുന്നതും. അത്തരത്തിൽ വത്തിക്കാനിൽ മാർപ്പാപ്പയുടെ വീട്ടിൽ നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ ലോകത്താകമാനമുള്ള ക്രൈസ്തവ സഭകളുടെ തലവനായിട്ടുള്ള മാർപ്പാപ്പയുടെ കാര്യാലയത്തിൽ നിർമ്മിക്കപ്പെട്ട അലങ്കരിക്കപ്പെട്ട രൂപക്കൂടിൽ ഉണ്ണിയേശു ജനിച്ചു കിടക്കുന്നത്, പിറന്നു വീണത് പുൽക്കൂടിലല്ല, മറിച്ച് കഫിയയിലാണ്. കഫിയ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഫലസ്തീനുകൾ അവരുടെ ദേശീയ ബോധത്തിന്റെയും ദേശീയ ചിഹ്നവുമായൊക്കെ എപ്പോഴും ഉയർത്തിക്കാട്ടുന്ന ഒന്നാണ് അവർ തലയിൽ കെട്ടുന്ന സ്ക്രാഫ് എന്ന് വിളിക്കാവുന്ന കഫിയ. അത്തരത്തിൽ കഫിയ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു കൂട്ടിലാണ് ഉണ്ണിയേശു ജനിച്ചു കിടക്കുന്നത്. അത്തരത്തിലുള്ള ഒരു രൂപക്കൂടാണ് വത്തിക്കാനിൽ മാർപ്പാപ്പയുടെ മുമ്പിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വിവാദങ്ങളായതോടെ, അതിനെ ചുറ്റിപ്പറ്റി വലിയ വാർത്തകൾ വന്നതോടെ തന്നെ വത്തിക്കാനിലെ അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആ കഫിയ മാറ്റി മറ്റൊരു രൂപത്തിൽ അതാക്കിയെടുക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായി ഈ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ പ്രമുഖ സംഘപരിവാർ ഓൺലൈൻ ചാനലിലെ 2 കൂലി തൊഴിലാളികൾ ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോയിൽ സുനിൽ വടയാർ എന്ന ആസ്ഥാന സംഘപരിവാറുകാരൻ പറയുന്ന കുറെ ന്യായങ്ങളും കുറെ ന്യായീകരണങ്ങളുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ കണ്ടപ്പോൾ അത്തരം ഒരു വീഡിയോ ചെയ്യാനോ ആ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയാനോ ഉള്ള യോഗ്യത സുനിലിനുണ്ടോ എന്ന് സുനിൽ ആദ്യം ഒന്ന് പരിശോധിക്കേണ്ടിയിരുന്നു. എന്തായാലും സുനിൽ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളത് ആ വീഡിയോയുടെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. മാർപ്പാപ്പയുടെ വീട്ടിൽ ജിഹാദി കയറിയോന്ന് എനിക്കൊരു സംശയം. അത് വെറുതെ പറയുന്നതല്ല, ഒരു സംഭവം ഉണ്ടായി. ക്രിസ്മസ് വരാൻ പോകണല്ലോ. അതെ, ലോകത്തെമ്പാടും ഉണ്ണീശോയുടെ തിരുപ്പിറവി ആഘോഷിക്കാൻ പോവുകയാണ്. നക്ഷത്രങ്ങൾ ഒരുക്കും, പുൽക്കൂടൊക്കെ ഒരുക്കും. അങ്ങനെ ആഗോള ക്രൈസ്തവ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ മാർപ്പാപ്പയാണ്. മാർപ്പാപ്പയുടെ വത്തിക്കാൻ ഒരു രാജ്യം കൂടിയാണല്ലോ, അറിയാം. അപ്പോൾ ആ രാജ്യത്ത് എല്ലാ രാജ്യങ്ങളുടെയും എംബസിയൊക്കെ ഉണ്ട്. അവിടെ ഒരു പുൽക്കൂട് ഒരുക്കി എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഒരുക്കിയ ഒരു പുൽക്കൂടിൻ്റെ ചിത്രം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ആ പുൽക്കൂട്ടിൽ യേശുദേവൻ പിറന്നു കിടക്കുകയാണ്. നമ്മൾ അറിയുന്ന യേശുദേവൻ എവിടെയാണ് ജനിച്ചത്? പുൽക്കൂട്ടിലാണ്. പക്ഷേ വത്തിക്കാനിൽ ഇപ്പോഴത്തെ മാർപ്പാപ്പ നേരിട്ട് കാണുന്ന ആ ഉണ്ണീശു കിടക്കുന്നത് കഫിയയിലാണ്. കഫിയ എന്ന് പറഞ്ഞാൽ യാസ്ര രാഫത്തിനെ ഓർക്കുക, തലയിൽ കിട്ടുന്ന ആ സ്കാർഫ് ഉണ്ടല്ലോ, അതിനാണ് കഫിയ. അതായത് ഹമാസ് യഹ്യ സിൻവറിനെ ഓർക്കുക, കഫിയ. ഏതായാലും പോൾ 6 ഹാളിലാണ് നേറ്റിവിറ്റി ഓഫ് ബത്ലഹേം എന്ന പേരിൽ ഉണ്ണീശോൻ്റെ ഈ രൂപക്കൂടുണ്ടാക്കി. പക്ഷേ പുൽത്തൊട്ടിലിന് പകരം കഫിയയിൽ ആണ് ഉണ്ണീശോ കിടക്കുന്നത്. അത് നോക്കിക്കൊണ്ട് മാർപ്പാപ്പ ഇരിക്കുന്ന ഒരു ചിത്രവും വല്ലാതെ ഞെട്ടിപ്പോയി. അതെ, സുനിൽ വല്ലാത്ത ഷോക്കിലാണ്. കാരണം ആഗോള ക്രിസ്ത്യാനികളുടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമായിട്ടുള്ള ക്രിസ്മസ് ആഘോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള ഉണ്ണിയേശുവിന്റെ ജനനവും അതുമായി ബന്ധപ്പെട്ട പുൽക്കൂടും അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളെ മുഴുവൻ ഹമാസ് ഭീകരവാദികൾ ഇതാ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. ക്രൈസ്തവരെ, നിങ്ങൾ ഉണരൂ, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ഞങ്ങളുണ്ട്, എന്തിനും ഏതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കാൻ എന്നും എപ്പോഴും ഞങ്ങൾ കൂടെ ഉണ്ട് എന്നാണ് സുനിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സുനിലിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഒരു ചിത്രം ഷെയർ ചെയ്തിരുന്നു. ആ ചിത്രത്തിൽ പറയുന്നത് ഇതാണ്: ക്രിസ്മസ് ആഘോഷം വരികയാണ്, ഹിന്ദുക്കൾ ആരും അവരവരുടെ വീടുകളിൽ സ്റ്റാർ തൂക്കാൻ പാടില്ല, മറിച്ച് ഇത് പ്രധാനപ്പെട്ട മണ്ഡലകാലമാണ്. അതുകൊണ്ട് തന്നെ മകരവിളക്കായിരിക്കണം നമ്മൾ ഹിന്ദുക്കളെല്ലാം വീടുകളിൽ തൂക്കേണ്ടത്. അല്ലാതെ ഉണ്ണിയേശു ജനിച്ചതുമായി ബന്ധപ്പെട്ട് വരുന്ന ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ക്രിസ്ത്യാനികൾ അവരുടെ വീടുകളിൽ തൂക്കുന്ന സ്റ്റാർ തൂക്കാൻ ഒരു ഹിന്ദുവും പോകേണ്ടതില്ല. ഹിന്ദു അത്തരം ആചാരങ്ങളിലേക്ക് പോകാൻ പാടില്ല. ഹിന്ദുക്കളുടെ ആചാരങ്ങൾക്കും ഹിന്ദുക്കളുടെ വിശ്വാസങ്ങൾക്കും ഹിന്ദുക്കളുടെ സംസ്കാരത്തിനുമൊക്കെ അത് എതിരാണ്.
ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നാണ് വക്കീല് ഷെയർ ചെയ്ത ചിത്രത്തിൽ പറയുന്നത്. ഈ ചിത്രം പല തീവ്ര ഹിന്ദുത്വവാദികളും സംഘപരിവാറുകാരും വ്യാപകമായി ഷെയർ ചെയ്യുകയും പല ഗ്രൂപ്പുകളിലും ഇപ്പോൾ അതിനെ ചൊല്ലി ചർച്ചകളും നടക്കുന്നുണ്ട്. ക്രൈസ്തവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ക്രൈസ്തവർക്ക് വേണ്ടി പോരാടാനും ക്രൈസ്തവർക്ക് വേണ്ടി ഏത് ഘട്ടത്തിലും എപ്പോഴും കൂടെ നിൽക്കാനും തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ക്രൈസ്തവരുടെ നാവായി മാറിയിരിക്കുന്ന സുനിലിന് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? മാത്രമല്ല, ഈ സുനിലിന്റെ ബോസാണ് ഈ പറയപ്പെട്ട അഡ്വക്കേറ്റ് കൃഷ്ണരാജ്. 2 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് നടത്തിയ ഒരു ഹിന്ദുത്വ സമ്മേളനത്തിൽ അവിടെ പോയി പച്ച വർഗീയത പറഞ്ഞ ആളാണ് സുനിൽ. അതിനെക്കുറിച്ചുള്ള വീഡിയോ 2-3 ദിവസം മുമ്പ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്ന് തിരുവനന്തപുരത്ത് നടന്ന 2022 തിരുവനന്തപുരത്ത് നടന്ന തീവ്ര ഹിന്ദുത്വവാദികളായിട്ടുള്ളവരുടെ ആ സമ്മേളനത്തിന്റെ മുഖ്യ സംഘാടകൻ ഈ പറയപ്പെട്ട അഡ്വക്കേറ്റ് കൃഷ്ണരാജാണ്. അയാൾ കൂടി ഇരിക്കുന്ന വേദിയിൽ നിന്നുകൊണ്ടാണ് അന്ന് സുനിൽ ഇവിടുത്തെ മുസ്ലിം സമുദായത്തിനെതിരെ കേട്ടാൽ അറയ്ക്കുന്ന കടുത്ത ഭാഷയിൽ വർഗീയ പ്രസംഗങ്ങൾ നടത്തിയത്. അതേ അഡ്വക്കേറ്റ് കൃഷ്ണരാജാണ് സുനിലിനെ പോലെയുള്ളവർ അവരുടെ റോൾ മോഡലായി കാണുന്ന അതേ കൃഷ്ണരാജ് തന്നെയാണ് ഇത്തരത്തിൽ ക്രിസ്മസിന് നമ്മൾ ആരും സ്റ്റാർ തൂക്കാൻ പാടില്ല, ഹിന്ദുക്കൾ അവരവരുടെ വീടുകളിൽ മണ്ഡലകാലമായതുകൊണ്ട് മകരവിളക്കാണ് തൂക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണാവോ സുനിലിന് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്? ഇത് ബോസ് ചെയ്തതുകൊണ്ട് അമ്മാവന് അടുപ്പിലുമാവാമെന്ന രീതിയിൽ അങ്ങനെ ഒരു മൈൻഡിലാണോ സുനിൽ ഇത് എടുക്കുക? അതല്ല എങ്കിൽ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് പറയാൻ സുനിൽ തയ്യാറാകുമോ? അതിനുള്ള ആംബിയർ സുനിലിനുണ്ടോ? ഇനി ഈ പുൽക്കൂട് ഒരുക്കിയതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദത്തിൽ ഈ വത്തിക്കാനിലെ തന്നെ പലസ്തീന്റെ എംബസിയിൽ ജോലി ചെയ്യുന്ന 2 ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ പുൽക്കൂട് നിർമ്മിക്കാൻ മുൻപന്തിയിൽ നിന്നത്, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്തതെന്ന് പറയപ്പെടുന്നു. ഏതായാലും അവരങ്ങനെ കഫിയ കൊണ്ട് ഉണ്ണി യേശു പിറന്നു വീഴുന്ന രീതിയിലാണ് ഈ പുൽക്കൂട് ഒരുക്കിയതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് അവരുടെ പ്രതിഷേധത്തിന്റെ ഭാഗം കൂടിയാണ്. മാത്രവുമല്ല, കഴിഞ്ഞ വർഷം ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഉണ്ണിയേശു ജനിച്ചു എന്ന് പറയപ്പെടുന്ന ഫലസ്തീനിലെ ബെത്ലഹേമിലടക്കം ഒരു തരത്തിലുള്ള ക്രിസ്മസ് ആഘോഷങ്ങളും അവിടുത്തെ ക്രിസ്ത്യാനികൾ നടത്തിയിരുന്നില്ല. അവരെല്ലാവരും ഫലസ്തീനിൽ നടക്കുന്ന അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് പൂർണ്ണമായും ക്രിസ്മസ് ആഘോഷങ്ങൾ ഒഴിവാക്കിയിരുന്നു. അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കെ ഉണ്ണിയേശുവിനെ കഫിയയിൽ അവർ അവതരിപ്പിച്ചതിലൂടെ ഉണ്ണിയേശു ഇപ്പോഴും ഫലസ്തീനിൽ സുരക്ഷിതനാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഫലസ്തീനിൽ സുരക്ഷിതമാണ്. ഞങ്ങൾ ഫലസ്തീനികൾ ഞങ്ങളുടെ പ്രതിരോധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിഹ്നമായ കഫിയയിൽ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ യേശുദേവനെ അവതരിപ്പിക്കുന്നു എന്നതിലൂടെ അവരുദ്ദേശിച്ചത് ഉണ്ണിയേശുവിന്റെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള കവചങ്ങളായിട്ടാണ് കഫിയയെ അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ രീതിയിലൊക്കെയാണ് ചർച്ചകൾ പോകുന്നത്. ഏതായാലും ഈ വിഷയം ചർച്ചയ്ക്കെടുത്ത് സുനിൽ വടയാർ തനിക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോ എന്ന് വീണ്ടും വീണ്ടും പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഫലസ്തീനിൽ നടക്കുന്നതോ അതല്ലെങ്കിൽ വത്തിക്കാനിൽ നടക്കുന്നതോ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എടുക്കുന്നതിന് മുമ്പ് തന്റെ മൂക്കിന് താഴെ തന്റെ നേതാവായ താൻ റോൾ മോഡലായി കാണുന്ന കൃഷ്ണരാജ് വക്കീൽ പറഞ്ഞതിനെ താൻ ഏത് രീതിയിൽ കാണുന്നു, അതിനെക്കുറിച്ചൊരു വാക്ക് പറയാനുള്ള ആംബിയർ തനിക്കുണ്ടോ? തന്റെ മൂക്കിന് താഴെയാണ് അദ്ദേഹം ഈ രീതിയിലുള്ള പോസ്റ്റർ ഒട്ടിച്ചത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ആളുകൾ അതെടുത്ത് വെച്ച് ട്രോളുന്നത്. അതിനെക്കുറിച്ച് ഒരു വാക്ക് പറയാനുള്ള ആംബിയർ സുനിലിനുണ്ടോ? താങ്കളുടെ മറ്റൊരു നേതാവായിട്ടുള്ള സുരേഷ് ഗോപിയുടെ ഭാഷയിൽ ചോദിച്ചാൽ ഒറ്റത്തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയാനോ ഒരു വീഡിയോ ചെയ്യാനോ ഉള്ള ആംബിയർ സുനിലിനുണ്ടോ? ഉണ്ടെങ്കിൽ അത് താങ്കൾ ചെയ്തു കാണിക്കുക. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.